അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും UAയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മുസ്ലിങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില വാദങ്ങളുമായിട്ട് ഒരു പാസ്റ്റർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ വാദങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളൊരു റിയാക്ഷൻ വീഡിയോ, ഒരു റെസ്പോൺസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു റെസ്പോൺസ് വീഡിയോക്ക് മറുപടിയൊന്നും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, നമ്മൾ റെസ്പോൺസ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ അദ്ദേഹം അപ്ലോഡ് ചെയ്തിട്ടുള്ള യൂട്യൂബ് ചാനലിലെ ആ ഒരു കമൻറ്റ് ബോക്സ് അദ്ദേഹം ഓഫ് ചെയ്ത് വെച്ചതായിട്ടാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് പരിപാടി അവസാനിപ്പിച്ചു. മുസ്ലിങ്ങൾക്ക് ഉത്തരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്രൈസ്തവ വിശ്വാസികൾക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു റെസ്പോൺസ് വീഡിയോക്ക് മറുപടിയുമായിട്ട് വേറൊരു കൂട്ടർ വന്നിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികളായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകളല്ല. പിന്നെ ആരാണത്? ആരിഫ് ഹുസൈനും അവൻ്റെ കൂട്ടാളികളും. അവരാണ് നമ്മൾ ക്രിസ്ത്യാനികൾക്ക് മറുപടി കൊടുത്ത വീഡിയോക്ക് റെസ്പോൺസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ വ്യക്തമായിട്ട് ഉത്തരം പറയാൻ സാധിക്കാത്തത് കൊണ്ട് ക്രിസംഗികൾ ആരെങ്കിലും ആരിഫ് ഹുസൈനെയും അവൻ്റെ ടീമിനെയും ഈ പണി ഏൽപ്പിച്ചതാവാം. ആരിഫ് ഹുസൈൻ്റെ കൂടെ ഇരിക്കുന്ന പീക്കിരി എന്ന് പേരുള്ള ഒരു പയ്യനാണ് നമ്മൾ ചെയ്ത വീഡിയോക്ക് റെസ്പോൺസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അവൻ പറയുന്നത് കേൾക്കാം ഓരോന്നായിട്ട്. അപ്പോൾ യേശുവിൻ്റെ പേര് ഈ പറഞ്ഞ ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനികളായ അറബികൾ ഉപയോഗിച്ചിരുന്നത് ഇന്ന് നമ്മൾ ഖുർആനിൽ കാണുന്ന പേരല്ല. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ്. ഈ കോപ്പിയടിയിൽ വന്ന തെറ്റാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താ പേര്? അത് ഈസ എന്നായിരുന്നു. ഈസ എന്ന പേരല്ല അറബി ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്നത്. അവർ ഈ ഹീബ്രു അല്ലെങ്കിൽ അരാമിയ അല്ലെങ്കിൽ സിറിയക്ക് എന്നീ ഭാഷകളിലൂടെ കടന്നു വന്ന യേശുവിൻ്റെ യെശുവ എന്ന പേര്, അതിൻ്റെ അറബി രൂപം അല്ലെങ്കിൽ യെസുവ എന്നൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈസ എന്ന പേര് വന്നതിൻ്റെ ഒറിജിനായിട്ട് പറയുന്നത് അത് ഈ പറഞ്ഞ AD 5-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു പഴയ ദൈവം, അതായത് അവർ അന്ന് ബൗദ്ധ വിശ്വാസികൾ, നാടോടികളായ അറബികൾക്കിടയിൽ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളും യഹൂദരും ഒക്കെ അവരുടെ മതസ്വാധീനം ചെലുത്തുന്നതിന് മുമ്പ് അവർ ആരാധിച്ചിരുന്ന ഒരു മൂർത്തിയാണ് ഈ പറയുന്ന ഈസ. അപ്പൊ ആ ഒരു പേര് കാലക്രമേണ ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോൾ പല ദേവന്മാരുടെ ദേവിമാരുടെ പേര് കാലക്രമേണ മനുഷ്യരുടെ പേരായി മാറാറുണ്ട്. അതുപോലെ ഒരു പക്ഷേ അറേബ്യയിൽ അന്ന് പ്രചാരമുള്ള ഒരു പേരായിട്ട് യേശുവിന്റെ പേര് മാറുകയും, എന്നാൽ അത് അറബി ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന പേരല്ല. അപ്പോൾ ഈസ എന്നതിന്റെ ഒറിജിൻ ഇതാണെന്ന് അഹമ്മദ് അൽ ജലാദ് എന്ന പേരുള്ള ഒരു പണ്ഡിതൻ പറഞ്ഞിട്ട്, അപ്പൊ ഇത് ആണ് ആദ്യത്തെ ഒരു പിഴവ്. നമ്മൾ ക്രൈസ്തവ വിശ്വാസികൾ കൊടുത്തിട്ടുള്ള ആ മറുപടിക്ക് വ്യക്തമായിട്ടുള്ള റെസ്പോൺസും ചെയ്യുന്നില്ല. പകരം പുതിയ ചില വാദങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. അതിന് നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പുള്ളിക്കാരൻ ഇതൊക്കെ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഇവൻ പറഞ്ഞ പോയിന്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിക്കൊണ്ട് യേശുവിൻ്റെ പേര് ആദ്യകാല ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ഉണ്ടായിരുന്നവരായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവരാരും തന്നെ ഈസ എന്ന വാക്ക് ജീസസിന്, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. രണ്ടാമതായിക്കൊണ്ട് ഈസ എന്ന വാക്ക് എവിടുന്ന് വന്നു? അത് പ്രവാചകന്റെ കാലത്തിന് മുമ്പ് ഒരു 5-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലേക്ക് ഉണ്ടായിരുന്ന വിഗ്രഹത്തിൻ്റെ പേരാണ്. അന്ന് ബഹുദ വിശ്വാസികൾ ആരാധിച്ചിരുന്ന നാടോടികളായിട്ടുള്ള അറബികൾ ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹത്തിൻ്റെ പേരാണ് ഈസ എന്നുള്ളത്. ഇവരുടെ വാദം അനുസരിച്ചിട്ട് ബൈബിൾ കോപ്പി അടിച്ച് ഖുർആൻ ഉണ്ടാക്കുന്ന സമയത്ത്, ആ ഒരു സമയത്ത് ഈ വിഗ്രഹത്തിൻ്റെ പേര്, ഈസ എന്ന വിഗ്രഹത്തിൻ്റെ പേര്, ആ ഒരു പേരാണ് ജീസസ് അല്ലെങ്കിൽ യേശു അല്ലെങ്കിൽ യെസു എന്ന വാക്കിന് പകരം ഖുർആൻ ഉപയോഗിച്ചത്. അപ്പോൾ കോപ്പി അടിക്കുമ്പോൾ പറ്റിയിട്ടുള്ള ഒരു തെറ്റാണത് എന്നർത്ഥം. മാത്രമല്ല, ഇത് പണ്ഡിതനായിട്ടുള്ള അഹമ്മദ് അൽ ജല്ലാദ് പറഞ്ഞിട്ടുണ്ട്. ഇവന്മാരുടെ ഒരു സ്ഥിരം പരിപാടി എന്ന് പറയുകയാണെങ്കിൽ ഈ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് ഇങ്ങനെ കുറേ കഥ പറച്ചിലും അങ്ങനെയാണല്ലോ, കുറേ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ പറഞ്ഞ സമയത്ത് ഈ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് എവിടെയും അവന്മാർ തെളിവൊന്നും കാണിച്ചിരുന്നില്ല. നമ്മൾ സാധാരണ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ റെഫറൻസ് കാണിച്ചു കൊടുക്കാറുണ്ട്, തെളിവ് നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഇവന്മാരെന്ത് ചെയ്തിട്ടില്ല, അതൊന്നും കാണിച്ചു തന്നിട്ടില്ല. അതിന് കാരണം നമ്മളുടെ ഓഡിയൻസ് പോലെയല്ല ഇവന്മാരുടെ ഓഡിയൻസ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി, അത് ഇവരുടെ ഓഡിയൻസ് ആയിട്ടുള്ള ക്രിസംഗികളും ഇവർക്ക് സന്തോഷമായ മാത്രം മതി. അല്ലാതെ അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. അത് ഇവർക്കും അറിയാം, അത് ഈ ക്രിസംഗികൾക്കും സംഘികൾക്കും അറിയാം. ഒരു പാരലൽ യൂണിവേഴ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ കഥകൾ പറയുക, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ആഘോഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ വ്യക്തമായിക്കൊണ്ട് ഈ കാര്യങ്ങൾ നോക്കാൻ പോവുകയാണ്. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് സഫൈറ്റിക്. ഈ സഫൈറ്റിക് എന്ന വാക്ക് നമ്മൾ പല ആളുകളും ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. സഫൈറ്റിക് എന്ന് പറയുകയാണെങ്കിൽ ഒരു എഴുത്ത് രീതിയാണ്. ഇസ്ലാമിന് മുമ്പ്, അതായത് BC 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ അറേബ്യൻ മരുഭൂമിയിൽ നാടോടികളായിട്ട് ജീവിച്ചിരുന്ന ആദ്യകാല അറബികളായിട്ടുള്ള ആൾക്കാർ, അവർ പാറകളുടെ മുകളിലൊക്കെ കൊത്തിവെക്കുന്ന ആ എഴുത്ത് രീതിയെ, അവരുടെ കാര്യങ്ങൾ എഴുതി വെക്കുന്ന ആ ഒരു എഴുത്ത് രീതിയാണ് സഫൈറ്റിക് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് ബാദിയ സർവേ ടീം കണ്ടെത്തിയിട്ടുള്ള സഫൈറ്റിക് എഴുത്ത് രീതി കൊത്തിവെച്ചിട്ടുള്ള ഒരു പാറക്കല്ലാണ്. ഈ പാറക്കല്ലിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പീക്കിരി പറയുന്ന വേറൊരു കാര്യമാണ്, അഹമ്മദ് അൽ ജല്ലാദ് എന്നൊരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്,
ചിലപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ കേൾക്കുമ്പോൾ വിചാരിക്കും അഹമ്മദ് അൽ ജല്ലാദ് ഒരു മുസ്ലിം പണ്ഡിതനാണോ? ഇദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതനല്ല, ഒരു സെക്കുലാർ റിസർച്ചറാണ്. ഇദ്ദേഹം ഒരു ഭാഷാ ശാസ്ത്രജ്ഞനാണ്, അതേപോലെ തന്നെ ലിഖിത വിദഗ്ധനാണ്. എഴുത്ത് രീതികളെക്കുറിച്ചൊക്കെ വിദഗ്ധമായി പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒരു ഭാഷാ ചരിത്രകാരൻ കൂടിയാണ്. ഇദ്ദേഹം ബാദിയ സർവേട്ടിയം അറേബ്യൻ മരുഭൂമിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സഫൈറ്റിക് എഴുത്ത് രീതി കുത്തിവെച്ചിട്ടുള്ള ആ ഒരു കല്ല്, ഈ പാറയിലെ എഴുത്തുകൾ അദ്ദേഹം ഡീകോഡ് ചെയ്ത സമയത്ത് അതിനകത്ത് ഒരു പ്രാർത്ഥന അദ്ദേഹം കണ്ടെത്തി. SY എന്ന് പറയുന്ന എന്തോ ഒന്നിനോട് ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം അവിടെ കണ്ടെത്തിയത്. ആരിഫിൻ്റെ പീക്കിരി അഹമ്മദ് അൽ ജല്ലാദിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ഒരു വാദം അത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഹമ്മദ് അൽ ജല്ലാദിൻ്റെ തന്നെ ഒരു റിസർച്ച് പേപ്പർ നോക്കാൻ പോവുകയാണ്. അതായത് ദ പ്രീ ഇസ്ലാമിക് ഡിവൈൻ നെയിം സി ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഖുർആനിക് ജീസസ് എന്ന അദ്ദേഹത്തിൻ്റെ റിസർച്ച് പേപ്പർ. അഹമ്മദ് അൽ ജല്ലാദിൻ്റെ ഈ റിസർച്ച് പേപ്പറിൽ 130-ാമത്തെ പേജിൽ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: സി അഥവാ ഈസ എന്നുള്ളത് ഒരു പേഗൻ ദൈവമാണെന്ന് വ്യാഖ്യാനിച്ചാൽ, അതായത് ഒരു ബഹുദൈവ വിശ്വാസികളുടെ മൂർത്തിയാണെന്ന് വ്യാഖ്യാനിച്ചാൽ അത് നിലനിർത്താൻ നിരവധി ഭാഷാചരിത്രപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നിർബന്ധിതമായിട്ടുള്ള യാദൃശ്ചികമായിട്ടുള്ള വിശദീകരണങ്ങളും സ്വീകരിക്കേണ്ടി വരും. ആ ഒരു കാര്യം അതൊരു മൂർത്തിയാണ്, അതൊരു ബഹുദൈവ വിശ്വാസികളുടെ ദൈവമാണെന്ന് വാദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അത് നടക്കില്ല എന്നാണ് വെണ്ടക്ക അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതും പോരാഞ്ഞിട്ട് അഹമ്മദ് അൽ ജല്ലാദ് സ്വന്തം വിശ്വാസമായിക്കൊണ്ട് അദ്ദേഹത്തെ നിഗമനമായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും: ഐ ബിലീവ് വി ആർ റാദർ സെക്യൂർ ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ദ പ്രസന്റ് ടെക്സ്റ്റ് ആസ് എ മോണോതീസ്റ്റിക് ഇൻവൊക്കേഷൻ ആൻഡ് മോർ പ്രിസൈസ്ലി ആസ് ആൻ ഇൻവൊക്കേഷൻ ഓഫ് ജീസസ് ഹിംസെൽഫ്. അതായത് ഈ ശിലാലിഖിതത്തെ അഥവാ ഈ പാറക്കഷ്ണത്തിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ള ആ എഴുത്തുകളെ, ആ പ്രാർത്ഥനയെ ഏകദൈവ വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായി, ഏകദൈവ വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായി, അതിലും കൃത്യമായി പറഞ്ഞാൽ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ യേശുവിനോട് തന്നെയുള്ള ഒരു പ്രാർത്ഥനയായി മനസ്സിലാക്കുന്നതാണ്. ആരോടുള്ള പ്രാർത്ഥന? യേശുവിനോട് തന്നെയുള്ള പ്രാർത്ഥനയായി മനസ്സിലാക്കുന്നതാണ് ഏറ്റവും യുക്തിപരമെന്ന് ഞാൻ കരുതുന്നു എന്ന് ആര് പറയാണ്? ഇവൻ നേരത്തെ പറഞ്ഞ അതേ അഹമ്മദ് അൽ ജല്ലാദ് പറയാണ്. ഏതെങ്കിലും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കകത്തുനിന്നോ ChatGPT കിട്ടിയിട്ടുണ്ടാവും. അത് നോക്ക് പോലും ചെയ്യാതെ കിടന്ന് വിളമ്പണം എന്നുണ്ടെങ്കിൽ ചെറിയ കോൺഫിഡൻസ് ഒന്നും പോരാ എൻ്റെ പൊന്നു പീക്കിരി. ഇനി റിസർച്ച് പേപ്പറെല്ലാം മാറ്റി വെച്ചോ, എന്നാൽ പോലും ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു അടിത്തറ ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ആയിക്കൊണ്ട് ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ ആളുടെ ഡിബേറ്റ് നടത്തുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുകയാണ് നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, കാരണം കറുപ്പ് സ്വാമി കുരിശിൽ കയറി മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, തെറ്റാണെന്ന് ഞാൻ പറയാം. സ്വാഭാവികമായിട്ടും അവൻ എന്താ പറയുക? ഏത് കറുപ്പ് സ്വാമിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത്? ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തു കുരിശിൽ കയറി മരിച്ചു എന്നുള്ളതാണ്, അല്ലാതെ കറുപ്പ് സ്വാമി കുരിശിൽ കയറി മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നവർ പറയുള്ളൂ. അവർ അറിയാത്ത, അവർക്ക് പരിചയമില്ലാത്ത, അവർ പറയാത്ത, അവർ വിശ്വസിക്കാത്ത ഒരു വാക്ക് എടുത്തുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കുക, ഡിബേറ്റ് ചെയ്യുക, അവരുമായിട്ട് സംവാദം നടത്തുക, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് എങ്ങനെയാണ് പോസിബിൾ ആകുക? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പോലും റസൂലിനോട് നേരിട്ട് കൊണ്ട് സാധാരണ ക്രൈസ്തവരല്ല, ബിഷപ്പുമാരായിട്ടുള്ള അന്നത്തെ പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ, ക്രൈസ്തവ പുരോഹിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായിട്ട് ഡയറക്റ്റ് സംവാദം നടത്തിയിട്ടുണ്ട്. പ്രവാചകൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു ക്രൈസ്തവൻ പോലും ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു അല്ല നിങ്ങൾ വിശ്വസിക്കുന്ന ഈസ എന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ പോലും പറഞ്ഞതായിട്ട് ഒരു തെളിവില്ല. ഇതും പോരാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി തരാം. ജർമ്മൻ യഹൂദ ഓറിയന്റലിസ്റ്റ് ആയിട്ടുള്ള ഫ്രാങ്കൽ, അദ്ദേഹം ഒരു സെമറ്റിക് ഭാഷാ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈസ എന്ന രൂപം നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് അറേബ്യയിൽ ക്രിസ്ത്യാനികൾ തന്നെ യേശു എന്ന പേരിൽ രൂപപ്പെടുത്തിയതായിരിക്കാം എന്നാണ്. നേരത്തെ അഹമ്മദ് അൽ ജല്ലാദ് പറഞ്ഞത് എന്താണ്? ക്രിസ്ത്യാനികളുടെ യേശുവിനോടുള്ള പ്രാർത്ഥനയാണ് അവിടെ എഴുതിയതെന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന്. ഒരുപാട് വീട് നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല, നമുക്ക് പെട്ടെന്ന് അടുത്തൊരു ഭാഗം കാണാം. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പറഞ്ഞ മറിയം എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് ഇസ്ലാമിനകത്ത് ആ ഒരു കഥാപാത്രത്തിൽ കോപ്പി അടിച്ചു. അതിനകത്ത് തന്നെ മറിയത്തിന്റെ കുടുംബക്കാർ, അത് മറ്റൊരു മിറിയം എന്ന് പറഞ്ഞ കഥാപാത്രവുമായി ബന്ധപ്പെട്ട മോശയുടെ സഹോദരിയായിട്ട് മറിയത്തെ അവതരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അഹറോന്റെ സഹോദരിയായിട്ട്. എന്നിട്ട് ആ ഒരു കഥ തെറ്റായതുകൊണ്ട് അത് ശരിയാക്കാൻ വേണ്ടി പിന്നീട് അത് ഹദീസൊക്കെ വന്നു. അതിൻ്റെയൊക്കെ കഥ ഒരുപക്ഷെ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം. അപ്പോൾ അത് കുറെ സാങ്കേതികമായിട്ട് തെറ്റുകളുണ്ട് കോപ്പി അടിച്ചപ്പോൾ. മനസ്സിലായല്ലോ പീക്കിരിയുടെ വാദം എന്താണെന്നുള്ളത്. പീക്കിരി പറയുന്നത് ഖുർആൻ്റെ അകത്ത് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറയുന്ന സമയത്ത് ഹാറൂൻ്റെ സഹോദരി എന്ന് വിളിക്കുന്നുണ്ട്. എന്താണ്? ഹാറൂൻ്റെ സഹോദരി എന്ന് വിളിക്കുന്നുണ്ട്. അത് ശരിക്ക് ഖുർആന് തെറ്റുപറ്റിയതാണ്. അതിന് കാരണം എന്താ? ശരിക്കും ഹാറൂൻ്റെ സഹോദരി മിറിയം.
പക്ഷേ ഇത് പറഞ്ഞപ്പോൾ ആ ഒരു കാലഘട്ടം മറന്നുപോയിട്ട് അറിയാതെ ഖുർആൻ്റെ അകത്ത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവിനെ മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചു പോയി. അപ്പോൾ ഖുർആൻ തെറ്റുപറ്റി എന്നാണ് പീക്കരിയുടെ കണ്ടെത്തൽ. ഈ ഒരു കാര്യം പ്രവാചകനോട് നേരിട്ട് പ്രവാചകന്റെ അനുയായിയായിരുന്ന സഹാബിയായിരുന്ന അൽ മുഈറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ഇതിന് മറുപടിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് സഹീഹ് മുസ്ലിം 2135 ഹദീസിൽ കാണാൻ സാധിക്കും. റസൂൽ പറയാണ്, ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ അവർ അവരുടെ മുൻകാല പ്രവാചകന്മാരിലേക്കും വിശുദ്ധന്മാരിലേക്കും പുരോഹിതന്മാരിലേക്കൊക്കെ തങ്ങളുടെ പേരുകൾ ചേർത്ത് കൊണ്ട് പറയാറുണ്ടായിരുന്നു, വിളിക്കാറുണ്ടായിരുന്നു. അഥവാ മറിയം ബീബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് മുൻകാല പ്രവാചകനായിരുന്ന ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല, അദ്ദേഹം ആദ്യ പുരോഹിതൻ കൂടിയാണ്. മഹാപുരോഹിതനായിട്ടുള്ള ആരോൺ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചേർത്തിക്കൊണ്ട് അവർ വിളിച്ചതാണ് അവിടെ ഖുർആൻ പറയുന്നത്. അല്ലാതെ ഡയറക്റ്റ് സഹോദരി എന്നല്ല അവിടെ ഉദ്ദേശിച്ചത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഉത്തരമായി പറഞ്ഞു കൊടുത്തത്. വേണമെങ്കിൽ ഇവർക്ക് വാദിക്കാം പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ആ ഉത്തരം ശരിയല്ല. അതായത് മുൻകാലത്ത് ജീവിച്ചിരുന്ന പുരോഹിതന്മാരിലേക്കും വിശുദ്ധന്മാരിലേക്കും പ്രവാചകന്മാരിലേക്കും ഒന്നും അന്ന് ജീവിച്ചിരുന്ന വ്യക്തികളെ ചേർത്തിക്കൊണ്ട് പറയുന്ന പരിപാടി, ആ ഒരു സമ്പ്രദായം ബൈബിളിലോ എവിടെയും തെളിവില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ സംഭവം അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായിക്കൊണ്ട് പല ആളുകളെയും ഇവർ മരിച്ചു പോയിട്ടുള്ള മുൻകാല പ്രവാചകന്മാരിലേക്കും പുരോഹിതന്മാരിലേക്കും ചേർത്ത് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഹെറോദേസ് യൂത രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽപ്പെട്ട സഖറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അഥവാ സഖറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ. ആര്? എലിസബത്ത്. ആരെ പുത്രിമാരിൽപ്പെട്ടത്? അഹറോന്റെ അഥവാ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. ഈ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഡയറക്റ്റ് പുത്രിയാണോ എലിസബത്ത്? അല്ല. ഇത് സംഭവിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ അവരെന്ത് ചെയ്യാണ്? അഹറോന്റെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചേർത്തുകൊണ്ട് എലിസബത്തിനെ വിളിക്കുകയാണ്. പിന്നീട് വൃദ്ധയായിട്ടുള്ള വന്ധ്യയായിട്ടുള്ള എലിസബത്ത് പിന്നീട് അവർ ഗർഭം ധരിക്കുകയാണ്. ഏകദേശം 6 മാസത്തിന് ശേഷം ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തി കൂടി ഗർഭം ധരിക്കുകയാണ്. അവിടെ ഭർത്താവില്ലാതെ ഒരു സ്ത്രീ, കന്യകയായിട്ടുള്ള ഒരു സ്ത്രീ ഗർഭം ധരിക്കുകയാണ്. അതാണ് മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം. ആ സമയത്ത് മറിയം ബീവിയോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മനസ്സിലാക്കുക, ഒരു പുത്രൻ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എലിസബത്തിന്റെ. ആരാണ്? നിന്റെ ചാർച്ചക്കാരിയാണ്. ചാർച്ചക്കാരി എന്ന് പറഞ്ഞാൽ നിന്റെ ബന്ധു. ആരെ ബന്ധു? എലിസബത്ത് എന്നുള്ളത് മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബന്ധുവാണ്. വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇപ്പോൾ 6-ാം മാസമാണ്. അതായത് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൾ, ആരോന്റെ മകൾ എന്ന് വിളിച്ചിട്ടുള്ള അതേ എലിസബത്ത്, വൃദ്ധയായിട്ടുള്ള വന്ധ്യയായിട്ടുള്ള എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിക്കുകയാണ്. അതേ സമയത്ത് എലിസബത്തിന്റെ കുടുംബമായിട്ടുള്ള ബന്ധുവായിട്ടുള്ള മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമും ഒരു പുത്രനെ ഗർഭം ധരിക്കുകയാണ്. ഇതേപോലെ തന്നെ യേശുക്രിസ്തുവിനെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പുത്രൻ എന്നും വിളിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആളുകൾ മുൻകാല പ്രവാചകന്മാരിലേക്കും പുരോഹിതന്മാരിലേക്കും ചേർത്ത് വിളിച്ചിരുന്നു എന്നുള്ളത് ഇന്നത്തെ ബൈബിളിൻ്റെ അകത്ത് പോലും കാണാൻ സാധിക്കും. ഏറ്റവും അവസാനമായിക്കൊണ്ട് ഒരു വീഡിയോ കൂടി കാണാം. പോലും അവർ പറയുന്ന ആ ഒരു വിഷയം, അത് യേശു എന്ന വ്യക്തിയെ ക്രൂശിച്ചില്ല, അങ്ങനെ ക്രൂശിക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു തെറ്റുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ യേശുവിനെ ക്രൂശിച്ചതായിട്ട് ഇസ്ലാമിനകത്ത്, ഇപ്പൊ ഖുറാനകത്ത് പറയുന്ന ആള് അത് യഹൂദരാണെന്നാണ്. പക്ഷെ യേശുവിനെ ക്രൂശിച്ചത് യഹൂദരല്ല. യേശുവിനെ ഈ പറഞ്ഞ ക്രൂശിക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? റോമക്കാരാണ്. കാരണം എന്താ? അത് വെറുതെ പറയുന്നത്. ഇപ്പൊ യഹൂദർക്ക് ആഗ്രഹം കൊണ്ടേ കാണും, പക്ഷെ ഇസ്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് യഹൂദരാണെന്നാണ്. അതിനകത്ത് ജൂതവിരോധത്തിന്റെ ഒക്കെ കിടപ്പുണ്ട്. പക്ഷെ യഹൂദരല്ല ചരിത്രപ്രകാരം അന്ന് അധികാരത്തിലുണ്ടായിരുന്നത്. അന്ന് ക്രൂശിക്കൽ എന്ന ശിക്ഷ യഹൂദർ നടപ്പാക്കിയതായിട്ട് നമുക്കറിയില്ല. പ്രധാനമായിട്ട് അന്നത്തെ അവിടുത്തെ അധികാരം ഉണ്ടായിരുന്ന റോമക്കാർ ഉള്ളപ്പോൾ അങ്ങനെ ഒരു കാര്യം അവരെ ചെയ്യാൻ അനുവദിക്കില്ല. കാരണം ശിക്ഷ നടപ്പാക്കുന്നതൊക്കെ അവിടെ അധികാരം ഉണ്ടായിരുന്ന റോമൻ സാമ്രാജ്യമാണ്. പിന്നെ അവരുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ശിക്ഷാരീതിയാണത്. ഇങ്ങനെ ഒരു ശിക്ഷാരീതിയെക്കുറിച്ച് അതൊരു തെറ്റായ രീതിയായിട്ട് ക്രിസ്തു മതത്തിൽ പറയുന്നുണ്ട്. യഹൂദ മതത്തിനകത്ത് പറയുന്നുണ്ട് ഇത് ഈ മരത്തിൽ മരിക്കുന്നതിനെ കുറിച്ചൊക്കെ. ഇപ്പോൾ ഇവിടെയും യഹൂദർ ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. അത് റോമക്കാരാണെന്ന കാര്യവും ഇവർ മറന്നുപോയിട്ടുണ്ട്. ഖുർആനകത്ത് യഹൂദരായിട്ടുള്ള ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് ചില കാരണങ്ങൾ കൂടി അള്ളാഹു പറയുന്നുണ്ട്. അതിലൊരു കാരണമാണ് മറിയമിൻ്റെ മകൻ മസീഹ് ഈസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും. അതായത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ യേശുക്രിസ്തുവിനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് അവർ അവകാശപ്പെട്ടതിനാലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പീക്കിരി പറയാണ് അങ്ങനെയൊന്നുമില്ല,
ഇത് ഖുർആൻ തെറ്റുപറ്റിയതാണ്. ശരിക്ക് ഞങ്ങളാണ് യേശുവിനെ കൊന്നത്. അവർ വിശ്വാസം അനുസരിച്ച്, യഹൂദ വിശ്വാസം അനുസരിച്ച് യേശു കൊല്ലപ്പെട്ടിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചും യേശു കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഞങ്ങളാണ് കൊലപ്പെടുത്തിയത് എന്ന് അവർക്ക്, യഹൂദർക്ക് അവകാശവാദമില്ല. അല്ല, അതിൻ്റെ പിറകിൽ കുറേ ജൂതവിരോധമൊക്കെ ഉണ്ട്, അതും ഇടയ്ക്ക് കുത്തിക്കയറ്റാൻ നോക്കുന്നുണ്ട്, അടക്കട്ടെ. അതേപോലെ തന്നെ അവിടെ ശരിക്കും സംഭവിച്ച കാര്യം, റോമൻ ഭരണാധികാരിയാണ് യേശു ക്രിസ്തുവിനെ കുരിശിൽ കയറ്റി കൊന്നത്, അല്ലാതെ യഹൂദരായിട്ടുള്ള ആൾക്കാരല്ല. ഒരു പക്ഷേ അവർക്ക് ചിലപ്പോൾ മനസ്സിലുണ്ടാവും ഒന്ന് കൊന്നെങ്കിൽ എന്ന് മനസ്സിലുണ്ടായേക്കാം എന്നല്ലാതെ, ആഗ്രഹം ഉണ്ടായേക്കാം എന്നല്ലാതെ അവർക്കിതിൽ യാതൊരു പങ്കുമില്ലാന്ന്. ഈ പീക്കിരി ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. ഒരാളെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു. പീക്കിരി കൊട്ടേഷൻ ഏൽപ്പിച്ച ആ ഗുണ്ടയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പീക്കിരിയും അറസ്റ്റ് ചെയ്യും അല്ലേ? കൊലപാതകം ചെയ്യുന്ന അതേ കുറ്റം തന്നെയാണ് ആ കൊലപാതകം ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തുക എന്നുള്ളതൊക്കെ. യേശു ക്രിസ്തുവിനെ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊല്ലാൻ വേണ്ടിയിട്ട് യഹൂദരായിട്ടുള്ള പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾ പ്രവർത്തിച്ചതായിട്ട് വ്യക്തമായിക്കൊണ്ട് ബൈബിളിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ആദ്യം അവർ ചെയ്യുന്നത്, യഹൂദ മഹാസഭയുടെ നേതൃത്വം യേശുവിൻ്റെ മേലെ ദൈവനിന്ദ ചെയ്തു എന്നുള്ള ഒരു ആരോപണം, ഒരു കുറ്റം അവർ ചാർത്തുകയാണ്. അതായത് കുഫർ, ശിർക്ക് വ്യക്തമായിക്കൊണ്ട് മതം വിടുക എന്നുള്ള, കൃത്യമായിക്കൊണ്ട് യഹൂദ വിശ്വാസം അനുസരിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട കുറ്റം ആരെ മേലെ ആരോപിക്കുകയാണ്? യേശു ക്രിസ്തുവിൻ്റെ മേലെ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേലെ ആരോപിക്കുന്നതായിട്ട് ബൈബിളിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് യേശുവിനെ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിടികൂടാൻ വേണ്ടിയിട്ടും കൊല്ലാനും വേണ്ടിയിട്ട്, പിടികൂടുക മാത്രമല്ല കൊല്ലാനും വേണ്ടിയിട്ടുള്ള പദ്ധതി അവർ തയ്യാറാക്കുന്നുണ്ട്. ഇതൊരു ഗൂഢാലോചനയായിരുന്നു എന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 3 മുതൽ 4 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. അതും പോരാഞ്ഞിട്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, പുരോഹിത വർഗം യേശു ക്രിസ്തുവിന് നേരെ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നേരെ ഇളക്കി വിടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം 20-ാം വാക്യത്തിൽ അതും കാണാൻ സാധിക്കും. യേശുവിനെ കൊല്ലുക, നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ജനങ്ങളെ ഇളക്കി വിടുന്ന പരിപാടി. ലൂക്കായുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ അനുസരിച്ച് യേശുവിനെ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊല്ലാൻ വേണ്ടി, എന്തിനാണ് കൊല്ലാൻ വേണ്ടി? ഉമ്മ വെക്കാൻ വേണ്ടിയിട്ടല്ല, കൊല്ലാൻ വേണ്ടിയിട്ട് റോമൻ അധികാരിയായിട്ടുള്ള പൊന്തിയോസ് പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. പിന്നീട് പീലാത്തോസിനോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ യേശു ക്രിസ്തുവിനെ വധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും, പല കുറ്റങ്ങളും ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പീലാത്തോസ് പറയാണ്, ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഈ മനുഷ്യനിൽ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് ബൈബിളിൽ പീലാത്തോസ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് പിന്നീട് ആ ഒരു വിധി നടപ്പാക്കി എന്ന് വിശ്വസിക്കുന്നത് പീലാത്തോസിൻ്റെ ഇഷ്ടപ്രകാരമോ കുറ്റം കണ്ടിട്ടോ അല്ല, ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമായിക്കൊണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഹൂദ മതവിശ്വാസികളുടെ തൽമൂദിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും: പെസഹ പെരുന്നാളിൻ്റെ തലേ ദിവസം യേശുവിനെ തൂക്കിലേറ്റി. യേശു ക്രിസ്തുവിനെ അഥവാ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്രൈസ്തവ വിശ്വാസവും അതുപോലെ തന്നെ യഹൂദ വിശ്വാസവും അനുസരിച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റി എന്ന് പെസഹ പെരുന്നാളിൻ്റെ തലേ ദിവസം. ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ക്രൈസ്തവ വിശ്വസിക്കുന്നത് വെള്ളിയാഴ്ചയാണെന്നാണ്. ശിക്ഷ നടപ്പാക്കുന്നതിന് 40 ദിവസം മുമ്പ് ഒരു വിളംബരക്കാരൻ പുറപ്പെട്ടു നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒരു വിളംബരക്കാരന് യേശു അഥവാ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേലെയുള്ള ആരോപണങ്ങൾ, കുറ്റങ്ങൾ വിളിച്ചു പറയുകയാണ് 40 ദിവസം മുമ്പ്. അവൻ അഥവാ യേശു ക്രിസ്തു, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഭിചാരം ചെയ്യുകയും ഇസ്രായേലിനെ അവിശ്വാസത്തിലേക്ക്, മതത്യാഗത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനാൽ അവനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. എന്താണ്? കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. ആരെ? ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ. മനസ്സിലിങ്ങനെ ആഗ്രഹം മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവന് അനുകൂലമായിക്കൊണ്ട് അഥവാ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അനുകൂലമായിക്കൊണ്ട് എന്തെങ്കിലും പറയാനുള്ള ഏതൊരാളും മുന്നോട്ട് വന്ന് അവന് വേണ്ടി വാദിക്കട്ടെ. എന്നാൽ അവന് അനുകൂലമായിക്കൊണ്ട് ഒന്നും മുന്നോട്ട് വരാത്തതിനാൽ പെസഹായുടെ തലേ ദിവസം അവനെ തൂക്കിലേറ്റി. ഇതവിടെ എഴുതിയിട്ടുള്ളത് യഹൂദരുടെ വിശ്വാസ ഗ്രന്ഥമായിട്ടുള്ള തൽമൂദിനകത്ത്. ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ യഹൂദ റബ്ബിമാരോടും ജൂതന്മാരോടും സാധാരണക്കാരായ ആളുകളോടൊക്കെ, നിങ്ങളാണ്, യഹൂദന്മാരായിട്ടുള്ള ജൂതന്മാരായിട്ടുള്ള നിങ്ങളാണ് ഞങ്ങളുടെ ദൈവത്തിനെ കൊന്നത്, അഥവാ ആ വിശ്വാസം അനുസരിച്ച് യേശു ക്രിസ്തുവിനെ കൊന്നത് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യഹൂദ റബ്ബി പറയുന്ന ഒരു വീഡിയോ കാണാം. I always wonder how dumb this goyim sometimes can be. Like they say, you killed our God. That means he wasn't a God. How can you kill a God? Normal. How stupid you could be. You killed our God. Who was your God? JC. If he was God, we could kill him. ജെസ്സി അഥവാ യേശു ക്രിസ്തുവിനെ കൊന്നത് യഹൂദന്മാരാണെന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാർ വാദിക്കുന്നുണ്ട് എന്നാണ് റബ്ബി പറയുന്നത്. അപ്പോൾ ഖുർആന് തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ പീക്കിരി ഇനി പറയാൻ പോകുന്ന മറ്റു വാദങ്ങൾ ഒന്നും എടുക്കാൻ പോയില്ലാത്ത അത്രയും നിലവാരം കുറഞ്ഞ വാദങ്ങളാണ്.
അപ്പോൾ എന്തായാലും പീക്കിരി പറയുന്ന ഒരു കാര്യം കൂടി കേൾക്കാം. അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ ബൈബിളിന്റെ കാര്യത്തിൽ അത്ര വലിയ എക്സ്പെർട്ട് അല്ല. അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ ബൈബിളിന്റെ കാര്യത്തിൽ അത്ര വലിയ എക്സ്പെർട്ട് അല്ല. ബൈബിൾ മാത്രമല്ല, നിനക്കൊന്നും അറിയില്ല, ഖുർആൻ പോലും നിനക്കറിയില്ല. അതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ, ബൈബിൾ അറിയില്ല, ഇതൊന്ന് വായിച്ചിട്ട് പരിചയമില്ല എന്നുണ്ടെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. വീണ്ടും കാണാം.